എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയൊരു ടോപ്പിക്കാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മാർക്കറ്റിംഗ് പ്രോസസ്. മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് കൺസ്യൂമറുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനിടയിൽ ഒരുപാട് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഈ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് പ്രധാനമായും 3 കോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസായി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെ നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരാണ് മാർക്കറ്റിംഗ് പ്രോസസ്. ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എന്ന്, കോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കോൺസെൻട്രേഷൻ, ദെൻ സെക്കൻഡ് വൺ ഈക്വലൈസേഷൻ, തേർഡ് വൺ ഡിസ്പേർഷൻ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണുള്ളത്. ഇതിനെയാണ് നമ്മൾ മാർക്കറ്റിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ദീസ് ആർ ദി 3 pillars ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദി ഹാർട്ട് ഓഫ് മാർക്കറ്റിംഗ്. ഈ 3 പ്രധാനപ്പെട്ട ആക്ടിവിറ്റി, കോൺസെൻട്രേഷൻ, ഈക്വലൈസേഷൻ ആൻഡ് ഡിസ്പേർഷൻ, ഇതിനെ പില്ലേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഓക്കെ, നമുക്കിനി ഓരോ ആക്ടിവിറ്റിയും എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് കോൺസെൻട്രേഷൻ. ഒന്നാമത്തത് കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ എന്ന് നോക്കാം. കോൺസെൻട്രേഷൻ refers to the assembling of goods produced at different production centers at a common market place. ഓക്കെ, അപ്പോൾ ഗുഡ്സ് പല സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു കോമൺ എക്സ്ചേഞ്ച് പ്ലേസിലേക്ക് അസംബിൾ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കോമൺ എക്സ്ചേഞ്ച് പ്ലേസ് ഉണ്ട്, അതിനെ നമ്മൾ മാർക്കറ്റ് എന്ന് വിളിക്കും. ഗുഡ്സ് പല സ്ഥലങ്ങളിലായി എന്ത് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പല സ്ഥലങ്ങളിൽ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സ് എന്ത് ചെയ്യുന്നു, ഒരു കോമൺ പ്ലേസിലേക്ക് എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നു. അങ്ങനെ ഒരു കോമൺ മാർക്കറ്റ് പ്ലേസിലേക്ക് അല്ലെങ്കിൽ ഒരു കോമൺ എക്സ്ചേഞ്ച് സെന്ററിലേക്ക് ഇത് അസംബിൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി കോൺസെൻട്രേഷൻ. ദെൻ സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഡിസ്പേർഷൻ. എന്താണ് ഡിസ്പേർഷൻ എന്ന് നമുക്ക് നോക്കാം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് അസംബിൾഡ് അറ്റ് എ കോമൺ മാർക്കറ്റ് പ്ലേസ് ടു ദി കസ്റ്റമർ ഈസ് കോൾഡ് ഡിസ്പേർഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കോൺസെൻട്രേഷൻ എന്താണ് ചെയ്യുന്നത്, പല സ്ഥലങ്ങളിലായി മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഒരു കോമൺ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അസംബിൾ ചെയ്യാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ആ കോമൺ മാർക്കറ്റ് പ്ലേസിൽ അസംബിൾ ചെയ്ത പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗുഡ്സ് നമ്മൾ പല കസ്റ്റമേഴ്സിനായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എന്ത് വിളിക്കുന്നത്, ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ കോമൺ മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റ്, പല സ്ഥലത്ത് മാനുഫാക്ചർ ചെയ്ത പ്രൊഡക്റ്റ് ഗുഡ്സ് നമ്മൾ അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്ത് ചെയ്യുന്നു, പല കസ്റ്റമേഴ്സിനായി നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഈക്വലൈസേഷൻ. എന്താണ് ഈക്വലൈസേഷൻ നോക്കാം. ഈക്വലൈസേഷൻ ലൈസ് ഇൻ ബിറ്റ്വീൻ ദി കോൺസെൻട്രേഷൻ ആൻഡ് ഡിസ്പേർഷൻ. നമ്മൾ കോൺസെൻട്രേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്പേർഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺസെൻട്രേഷനും ഡിസ്പേർഷനും ഇടയിലാണ് എന്ത് പെർഫോം ചെയ്യുന്നത്, ഈക്വലൈസേഷൻ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റി പെർഫോം ചെയ്യുന്നത്. എന്താണ് ഈക്വലൈസേഷനിൽ നടക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് ദി അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സപ്ലൈ ടു ദി ഡിമാൻഡ്. ഗുഡ്സിന് എന്തുണ്ടാവും, ഡിമാൻഡ് ഉണ്ടാവും. ആ ഡിമാൻഡിനനുസരിച്ച് നമ്മൾ ഗുഡ്സിന്റെ സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, ഈക്വലൈസേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ 2 മാർക്കറ്റ് ഫോഴ്സ് ആണ്, സപ്ലൈ അതുപോലെ തന്നെ ഡിമാൻഡ്. ആ ഡിമാൻഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, സപ്ലൈ ഈക്വലൈസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഈക്വലൈസേഷൻ. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കോർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ആണുള്ളത്, കോൺസെൻട്രേഷൻ, ഡിസ്പേർഷൻ ആൻഡ് ഈക്വലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊതുവിൽ മാർക്കറ്റിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. മാർക്കറ്റിംഗ് ഫങ്ഷൻസ്. സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗിലെ 2 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ് ഓർ മാർക്കറ്റിംഗ് ഫങ്ഷൻസ്, അതുപോലെ തന്നെ ഏരിയ ഓഫ് അപ്ലിക്കബിലിറ്റി. അതിൽ ഒന്നാമത്തെ ടോപ്പിക്കായ മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മാർക്കറ്റിംഗ് ഫംഗ്ഷൻസ് ഡീറ്റെയിൽ ആയി ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ ദി മാർക്കറ്റിംഗ് ഫങ്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ദെൻ ഫസ്റ്റ് വൺ, ഫങ്ഷൻസ് ഓഫ് റിസർച്ച്. സെക്കൻഡ് വൺ, ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ച്. തേർഡ് വൺ, ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ. ദെൻ ലാസ്റ്റ് വൺ, ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി
ഫങ്ഷൻസ് ഓഫ് റിസർച്ചിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കുക. ഒന്ന് മാർക്കറ്റ് റിസർച്ച്, രണ്ട് പ്രൊഡക്റ്റ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ദെൻ നെക്സ്റ്റ് വൺ ഫങ്ഷൻസ് ഓഫ് എക്സ്ചേഞ്ചിൽ ഒന്നാമത്തത് ബൈയിങ്, ദെൻ അസംബ്ലിങ്, ദെൻ സെല്ലിങ്. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തത് ട്രാൻസ്പോർട്ടേഷൻ, രണ്ടാമത്തത് സ്റ്റോറേജ്, പാക്കേജിങ്. ഓക്കെ. ദെൻ നാലാമത്തെ അവസാനത്തെ ക്ലാസിഫിക്കേഷൻ ഫെസിലിറ്റേറ്റിംഗ് ഫങ്ഷൻസ്. അതിൽ ഒന്നാമത്തത് ഫിനാൻസിങ്, ദെൻ രണ്ടാമത്തത് റിസ്ക് ബിയറിംഗ്, മൂന്നാമത്തെ സ്റ്റാൻഡർഡൈസേഷൻ, ദെൻ പ്രൈസിങ്, ദെൻ ലാസ്റ്റ് വൺ അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് ഫങ്ഷൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ഭാഗങ്ങൾ ഇത്രയുമാണ്. ഓക്കെ, താങ്ക് യു.